നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ആരംഭിച്ച ഇറാൻ യുദ്ധം അനിശ്ചിതമായി തുടരുകയാണ്. ഇറാൻ്റെ ശക്തിയെ, അവരുടെ സ്വാധീനത്തെ, അവരുടെ സൈനിക ശേഷിയെ വേണ്ടതുപോലെ വിലമതിക്കാതെ അമേരിക്കൻ ആധിപത്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ ആശങ്കപ്പെടുകയാണ്. അമേരിക്ക തത്വത്തിൽ ഇറാന് വിജയം സമ്മാനിച്ചുകൊണ്ട് തന്നെ തങ്ങൾ തോറ്റിട്ടില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇറാൻ വഴങ്ങുന്നില്ല. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഭീഷണികൾ പലതും കൊടുത്തു, പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. യുദ്ധത്തിൻ്റെ ഓരോ ദിവസവും അനിശ്ചിതത്വം തുടരുകയാണ്. പുതിയ ചർച്ചയ്ക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ ഉന്നതതല നയതന്ത്ര സംഘം ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോഴും അത്തരമൊരു ചർച്ചയെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും തങ്ങളോടാരും പറഞ്ഞിട്ടുമില്ല, തങ്ങളാരോടും കമ്മിറ്റ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഇറാൻ. ചർച്ചയുടെ വഴികൾ തുറക്കുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ സൂചന നൽകിയപ്പോൾ പ്രതീക്ഷയോടെ ഇരുന്ന ലോകം ഇപ്പോൾ ആശങ്കപ്പെടുന്നു. എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ വേദനിക്കുന്നു. ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് എന്ന തരത്തിൽ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര വിമർശനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. താൻ അത്തരം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന ആളല്ല, അങ്ങനെയല്ല. യുദ്ധത്തെക്കുറിച്ച് ഇതുവരെ ഇസ്രായേലുമായി ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന് നേരെ നടന്ന ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിന് ഇറാൻ്റെ പങ്ക്, ഇറാൻ അണ്വായുധ ശേഷി കൈവരിച്ചാൽ ലോകത്തിനുണ്ടാവുന്ന ആശങ്ക, ഇത് രണ്ടും തൻ്റെ ഉറക്കം കെടുത്തിയതുകൊണ്ട് മാത്രമാണ് താൻ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. ആ യുദ്ധം വിജയിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ വിജയം ഏറെ വൈകാതെ കൈവശപ്പെടും. വെനസ്വേലയിൽ എന്തു സംഭവിച്ചോ അത്തരത്തിലുള്ള ആഹ്ലാദകരമായ ഒരു അന്ത്യമായിരിക്കും ഇവിടെയും സംഭവിക്കുക എന്നൊക്കെയാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള നിയന്ത്രണം വിട്ട് ഒരു ഇടപാടിനും ഇല്ല എന്ന് ഇറാൻ തീർത്തു പറയുന്നു. എല്ലാ പ്രതിസന്ധിയും ഉണ്ടാക്കിയതും ഇപ്പോൾ തുടരുന്നതും അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൻ്റെ സ്വാധീനം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്ലോക്കേഡാണ് ഏക പ്രതിസന്ധി. ലെബനനും ഇസ്രായേലും തമ്മിൽ കരാറിലേർപ്പെടുകയും ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം നിർത്തിവെക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കൊരുക്കമാണ്. എന്നാൽ ഇറാൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തിക്കാനാവൂ. അവിടെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്ലോക്കേഡ് പിൻവലിക്കാതെ ചർച്ചയില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. എന്നാൽ ട്രംപ് പറയുന്നു ഒരു ഡീൽ ഉണ്ടാവാതെ ബ്ലോക്കേഡ് പിൻവലിക്കുകയില്ലെന്ന്. ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക അടച്ചതോടെ ഇറാനിൽ നിന്നുള്ള എല്ലാ എണ്ണക്കപ്പൽ ഗതാഗതവും സ്തംഭിച്ചിരിക്കുന്നു. ഇതുവരെ ഇറാൻ്റെ നിയന്ത്രണത്തിലായിരുന്നതിനാൽ ഇറാൻ നിശ്ചയിക്കുന്നത് പോലെ പല രാജ്യങ്ങൾക്കും എണ്ണക്കപ്പലുമായി പോവാൻ കഴിഞ്ഞിരുന്നു, ഇന്ത്യ അടക്കം. ഇറാനെ സമ്പൂർണ്ണമായി ശ്വാസം മുട്ടിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഈ സമ്പൂർണ്ണ ബ്ലോക്കേഡ് പ്രഖ്യാപനത്തോടെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഒരു കപ്പലിനും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നതോടെ ഇറാൻ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുമെന്നും ഇറാനെ അങ്ങനെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്നുമാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. ഇതിനിടയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ വീഴ്ത്തിയപ്പോൾ ട്രംപ് ഭ്രാന്തനെ പോലെ അലറി വിളിച്ചതും സൈന്യത്തെ മുഴുവൻ തന്നെ അധിക്ഷേപിച്ചെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ട്രംപിന് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ട്രംപ് വിചാരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കാതെ വരുന്നതോടെ യുദ്ധം പിടിവിട്ട് മുമ്പോട്ട് പോകുന്നു. ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നാണ് ആരോപണമുള്ളത്. ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു വരുന്നു. അമേരിക്കയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അമേരിക്കൻ സൈനിക താവളം ഒരുക്കിയത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ നിശ്ചലമാകുന്നു. ഈ രാജ്യങ്ങൾക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുമ്പോൾ അവർ പുതിയ സഖ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സാഹചര്യമൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ സൗദിയിലെത്തി സൗദി വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നു. വാസ്തവത്തിൽ യുദ്ധത്തിൻ്റെ കാരണം എന്ത് എന്നതിനെക്കുറിച്ചുള്ള തർക്കം തുടരുകയാണ്. യുദ്ധത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പലതാണെങ്കിലും യഥാർത്ഥത്തിൽ പെട്രോ ഡോളറിൻ്റെ നിയന്ത്രണം നിലനിർത്തുന്നതിന് വേണ്ടി അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ പാളിപ്പോയ പരിശ്രമമാണ് ഇതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇറാനും പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ പോലും പെട്രോ ഡോളറിനെ കുറിച്ചായിരുന്നു ആദ്യം ചർച്ച വന്നതെന്നും ഇറാൻ ഡോളറിലൂടെ പെട്രോൾ വാങ്ങാൻ സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള
ബന്ധങ്ങളടക്കമുള്ള വിഷയങ്ങൾ വഷളാക്കും. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ബിസിനസ് ചെയ്യുന്ന സനന്ദ് രാജ് എന്ന മലയാളി ഇതേക്കുറിച്ച് എനിക്കയച്ച ശബ്ദ സന്ദേശത്തിൽ 3 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. എന്തുകൊണ്ട് യുദ്ധം ആരംഭിച്ചു, എന്തുകൊണ്ടൊന്ന് നീണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ച് സനന്ദ് പറഞ്ഞതുകൂടി ശ്രദ്ധയോടെ കേൾക്കുക. സാർ 3 ചോദ്യങ്ങളായിട്ട് ലെവലിലാണ് സാറിൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ US ഇറാൻ വാർ, ഇസ്രായേൽ വാർ, ഇത് സംബന്ധമായിട്ടുള്ള ലെവലിലുള്ള ഒരു ചോദ്യം. ഈ മീറ്റിംഗ് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന് വേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ വാർ കൊണ്ടു കിടക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഗൾഫ് മേഖലയിലുള്ള നമ്മുടെ മലയാളികളുടെ സിറ്റുവേഷൻ, അവരുടെ നാളത്തെ ഭാവി എന്താണ്, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫ് മേഖല തകർന്നു കഴിഞ്ഞാൽ ഈ പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ ഈ കോൺഗ്രസ് ഗവൺമെന്റ് ജനങ്ങളുടെ വെൽഫെയറും കാര്യങ്ങളും നീക്കി നടത്താൻ എങ്ങനെ അവർക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയും. ഒരു ചെറിയൊരു ഉദാഹരണം പറയാൻ നേരത്ത്, ഈ പെരുന്നാളിന്റെ സമയത്ത് നമ്മുടെ നോർത്തേൺ കേരളയിലുള്ള പല സിറ്റികൾ, എസ്പെഷ്യലി കോഴിക്കോട് കാര്യങ്ങളുള്ള സ്ഥലങ്ങളിലൊന്നും കച്ചവടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഗൾഫിൽ നിന്ന് പണം വരണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഗൾഫ് മേഖലകളിൽ ആൾക്കാർക്ക് ശമ്പളമോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ടില്ല. ആൾക്കാർക്ക് അയക്കാനായിട്ടുള്ള ലെവലിലുള്ള ഡിഫിക്കൽട്ടികൾ ഈ വാറും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ. അപ്പോൾ ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. സാർ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ നിന്നൊന്ന് വേർതിരിച്ചെടുത്ത് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. സാർ, ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദ് നടന്ന ഈ ചർച്ചകളിൽ അതിന്റെ ഔട്ട്കം ഉണ്ടായിരിക്കുന്നത് US ഒരു ചോദ്യം മാത്രമേ ഇറാന്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അത് പുറത്ത് നമ്മുടെ ഔട്ട്സൈഡ് മീഡിയകളുടെ അടുത്തും അതേപോലെ തന്നെ ജനങ്ങളുടെ അടുത്തും എല്ലാവരും ചിന്തിക്കാൻ നേരത്ത് യുറാനിയം എൻറിച്ച്മെന്റ് ഉണ്ട്, അവർ ആറ്റം ബോംബ് ഉണ്ടാക്കും, ലോകത്തെ നശിപ്പിക്കും, ഇങ്ങനെയുള്ള ഘടകങ്ങളാണ്. പക്ഷെ അമേരിക്ക ഇറാനോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൂഡ് നിങ്ങൾക്ക് ഡോളറിൽ വിൽക്കാനായിട്ട് സാധിക്കുമോ? ദാറ്റ് മീൻസ് ഇറാൻ ഓൾസോ നീഡ് ടു ബി ഇൻസൈഡ് ദ പെട്രോ ഡോളർ. ഇറാൻ അത് സാധിക്കില്ല എന്നുള്ള ലെവലിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ അതേപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഇറാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-27 വർഷമായിട്ടുള്ള ലെവലിൽ അവർക്ക് സാങ്ഷൻസും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ ഒരു വരുമാന മാർഗം ഈ ക്രൂഡ് ഓയിൽ വിൽക്കലായിരുന്നു. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ വിൽക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ലെവലിൽ ഇവർ ബിറ്റ് കോയിൻ ആശ്രയിച്ചു. ഇവർക്ക് എനർജി ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ബിറ്റ് കോയിൻ മൈനിങ് സെന്റേഴ്സ് ഇവർ ആരംഭിച്ചു. അപ്പൊ അങ്ങനെ ബിറ്റ് കോയിനിലാണ് ഇവരുടെ ബിസിനസ്സുകൾ, സംവിധാനങ്ങൾ, ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇറാന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ വിദേശ രാജ്യങ്ങളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രാൻസിലെ ആംസ്റ്റർഡാം, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ ചൈന അതെല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അനുവാദമായിട്ടുള്ള ലെവലിലുള്ള ആയുധങ്ങൾ ഇവർക്കും കൊടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇത് ഈ ഒരു സ്ട്രാറ്റജിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിയാൻ നേരത്ത് അമേരിക്കയുടെ ആ സെക്യൂരിറ്റി പവർ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താന്ന് പറയാൻ നേരത്ത് $39 ട്രില്യൺ അമേരിക്കയ്ക്ക് ഇന്ന് കടമാണ്. ഓരോ 71 ദിവസം കൂടുമ്പോഴും 1 ട്രില്യൺ വെച്ചുള്ള റീപേയ്മെന്റ് ആണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അത് ജനങ്ങളുടെ വെൽഫെയർ ആവാം, പെൻഷൻ ഫണ്ട് ആവാം, ചിൽഡ്രൻ ന്യൂട്രീഷൻ അങ്ങനെയുള്ള സംഭവങ്ങളാവാം, ജോലി ഇല്ലാത്തവർക്കുള്ള പേയ്മെന്റ് കൊടുക്കലാവാം, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം. അത് മിനിമം ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക്, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് $2,500, H1B1 വിസ ഉള്ളവർക്ക്, ജോലി ഇല്ലാത്തവർക്ക് $1,450, ഇങ്ങനെയൊക്കെയുള്ള സ്കീമുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അമേരിക്ക പ്രിന്റ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഓൾറെഡി ഒരു സാച്ചുറേഷൻ ലിമിറ്റിലെത്തി. വെനസ്വേലയെ പിടിച്ചതും അവരുടെ ഓയിലിന്റെ കൺട്രോൾ എടുക്കുക. ഗൾഫ് മേഖലയിൽ ഓൾറെഡി ഓയിലിന്റെ കൺട്രോൾ ഉണ്ട്. രണ്ടാമത് ഇറാന്റെയും കൂടിയും കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഹോൾഡ് ചൈനയെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ അമേരിക്കയുടെ കൺട്രോളിൽ വരും. അപ്പൊ എല്ലാവരും പെട്രോ ഡോളറിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോളറിന്റെ ആ ഒരു പഴയ പ്രഭാവം പിന്നെയും രണ്ടാമത് മുകളിൽ വരും. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള ലെവലിൽ ഫ്രാൻസ് തുടങ്ങി പല യൂറോപ്യൻ കൺട്രീസും ഇന്ത്യ അടക്കം എല്ലാ അമേരിക്കയുടെ ബോണ്ടുകളെല്ലാം പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നല്ല റിസർവ്സ്, ഗോൾഡ് റിസർവ് കാര്യങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്ന് പറയാൻ നേരത്ത് അമേരിക്ക ഒരു തകർച്ചയെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ വാർ എല്ലാം തന്നെ അമേരിക്കയുടെ ഡോളറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഇതിൽ നമ്മുടെ ഗൾഫ് മേഖലകളിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? അടുത്തത്, ഗൾഫിലുള്ള അറബ്സ് ആൾക്കാർക്ക് എല്ലാവർക്കും അമേരിക്കനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ആദ്യത്തെ പോയിന്റ്. ഗൾഫ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയാൻ നേരത്ത് ഒരു അമേരിക്കൻ സോൾജിയറിന് ഒരു മാസത്തെ ചെലവ് $25,000 വെച്ചുള്ള ലെവലിൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അത് പല രീതിയിൽ, അവന്റെ അക്കോമഡേഷൻ, അവന്റെ ഫുഡ്, സംവിധാനങ്ങൾ, പിന്നെ പറയുമ്പോൾ ഇവരെ ഓരോ എക്യുപ്മെന്റ്സും സംവിധാനങ്ങളും ഈ റഡാർ പോലത്തെ സംവിധാനങ്ങളെല്ലാം അറിയാലോ, ഖത്തറിൽ തന്നെ എയർപോർട്ടിൽ വെച്ചിരിക്കുന്നത് ഏകദേശം 1 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് 9,200 കോടി രൂപ വിലയുള്ള ഒരു റഡാർ സംവിധാനമാണ്
അവർ വെച്ചിരുന്നത് അതുവരെ പൊട്ടിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളെല്ലാം പറയുമ്പോൾ അമേരിക്ക പറയുന്നത് മേടിച്ചെല്ലാം വെച്ചിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു സംവിധാനത്തിലും ഇറാൻ പോലത്തെ ഒരു രാജ്യത്തിന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാനോ ഒന്നും ലോക്ക് ചെയ്ത് നിർത്താനോ പറ്റിയില്ലെങ്കിൽ അമേരിക്ക സൂപ്പർ പോലീസ് ചമന്ന് നടക്കാൻ യാതൊരു അർത്ഥമില്ല എന്നുള്ള രീതിയിലോട്ട് ഗൾഫ് മേഖല മൊത്തം മാറിക്കഴിഞ്ഞു. അപ്പൊ ഗൾഫ് മേഖലയ്ക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ അതിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി റഷ്യ, ചൈന, ഇന്ത്യ ഈ തുടങ്ങിയ രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉണ്ടാവാം, അത് ആയിരിക്കും ഇനി പ്രൊട്ടക്ഷൻ ഗൾഫ് മേഖലകളിലോട്ട് വരാൻ പോകുന്നത്. അത് മാത്രമല്ല ഓരോ ഗൾഫ് നേഷൻസും ഇനി GCC ഗൾഫ് കൺട്രീസ് എന്നുള്ള ആ ഒരു പേര് മാറിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കൺട്രി അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള രീതിയിലോട്ട് മാറാൻ പോവുകയാണ് എന്ന് പറയാൻ നേരത്ത് ഇപ്പൊ ഖത്തറിലെ ഒരു 3.5 ലക്ഷം ജനങ്ങളാണ് അവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ളത്. അപ്പൊ അവർക്കുള്ള വെൽഫെയർ അതിനു വേണ്ടിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സംവിധാനങ്ങൾ മാത്രം മാറ്റിയിട്ട് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരെ കമ്പാരിറ്റീവ്ലി കുറക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയിലോട്ടാണ് ഇനി മുഴുവനായിട്ടുള്ള ലെവലിൽ പോകാൻ പോകുന്നത്. കാരണം ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റുകളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഗൾഫ് മേഖലയിൽ നിന്ന് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ അനുസരിച്ചിട്ടുള്ള വലിയ വാറ് സംഭവിച്ചപ്പോൾ GCC നമ്മുടെ എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ ബില്യണേഴ്സ് ഉണ്ടാവുമല്ലോ, 4,000 കോടി 5,000 കോടി 10,000 കോടിയൊക്കെ ആസ്തിയുള്ള ആ ടൈപ്പ് ഓഫ് ആൾക്കാരെല്ലാവരും സ്കാറ്റർ ചെയ്ത് മെയിൻ ആൾക്കാർ പോയിരിക്കുന്ന സിംഗപ്പൂർക്കാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഭാഗം മെയിൻ സിംഗപ്പൂർക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്വിറ്റ്സർലാൻഡിലോട്ട് ലെവലിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സെഗ്മെന്റുകളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മലയാളികൾ എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഇനി ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് കഴിഞ്ഞ് ഇവിടെ വലിയൊരു കൺസ്ട്രക്ഷൻ വരും, അപ്പൊ അതിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ശരിയാണ്, ചില ഭാഗങ്ങളിൽ വരും, പക്ഷെ ചില ഭാഗങ്ങളിൽ അത് നേരെ ഇല്ലാണ്ടായിപ്പോ. ചെറിയൊരു ഉദാഹരണം പറയാം. ബുർജ് ഖലീഫ് പണിത കമ്പനിയുടെ പേരാണ് എമർ ഹോൾഡിങ്സിന്റെ ഷെയർ വാല്യൂ എന്ന് പറയാൻ നേരത്ത് $23 $22 പോയിക്കൊണ്ടിരുന്നത്. ഈ യുദ്ധം സ്റ്റാർട്ടായതിനു ശേഷം എമറിന്റെ വാല്യൂ $9 താഴെയിലോട്ട് പോയി. അപ്പൊ അവരെ കീപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള ലെവലില് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്തിട്ട് റാക്ക് ബാങ്കിലൂടെ, RAK ബാങ്കിലൂടെ, റാസൽ ഖൈമ ബാങ്കിലൂടെ ഈ കറൻസി, ഈ ഷെയറുകളെല്ലാം മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സംബന്ധമായിട്ടുള്ള രീതിയിലുള്ളതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇത് തന്നെയായിരുന്നു അമേരിക്കയിൽ സംഭവിച്ചത്. കോവിഡ് വന്ന സമയത്ത് ടെസ്ല, ഏറ്റവും കാറുകളും കാര്യങ്ങളായിട്ടുള്ള കമ്പനി, ഒരു കാർ വിറ്റിട്ടല്ല അവരുടെ ഷെയർ വാല്യൂ ലോകത്തിലെ ഏറ്റവും ഷെയർ മൂല്യം കൂടിയ കമ്പനി ആയിട്ടുള്ള ലെവലിൽ മാറിയത്. അത് അമേരിക്കൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയതാണ്. ആ കമ്പനികൾക്കെല്ലാം ഫണ്ട് റേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവർ നിർത്തിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കറൻസി പ്രിന്റ് ചെയ്ത് ബാങ്കിലൂടെ കൊടുത്തു, സെൻട്രൽ ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊടുത്തു, അവര് പർച്ചേസ് ചെയ്ത് ഇവരെല്ലാത്തിനെയും ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കണേണ്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് സാർ ഇത്രേ ഉള്ളൂ. അമേരിക്ക ഒരു പ്രതിസന്ധി ഘട്ടത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡോളറാണ് അവരുടെ മെയിൻ ഇത്. ഡോളറിൽ വിനിമയം കുറയാൻ പാടില്ല. ബ്രിക്സ് നേഷൻസ് പതുക്കെ പതുങ്ങി നിൽക്കുന്നു. നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനൊരു ചാൻസ് വരും. യൂറോപ്പ് അൺസർട്ടൺ ആയിട്ട് ലെവലിൽ നിൽക്കണേന് എങ്ങോട്ട് തിരിയണം എന്നുള്ള ലെവലിൽ ഇതിൽ യൂറോപ്പിന്റെ സിറ്റുവേഷൻ എന്താന്ന് പറയാൻ നേരത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചൈനയുടെ കടന്നുകയറ്റം കൊണ്ട് ഇലക്ട്രിക്കൽ കാറുകൾ കാര്യങ്ങളും എല്ലാ സംവിധാനം വന്ന് ചൈന ഇപ്പൊ നമ്പർ 1 ആയി. ജപ്പാനും ബാക്ക് പോയി, ജർമ്മനിയും ബാക്ക് പോയി. അപ്പോ യൂറോപ്പായിട്ടുള്ള ലെവലിൽ നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആസ്പദമാക്കിയിട്ടുള്ള ലെവലിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് സെഗ്മെന്റ് കമ്പനികളെല്ലാം തന്നെ ഇനി ഇന്ത്യയിലോട്ട് വരാനായിട്ടുള്ള ലെവലിലുണ്ട്. അതിൽ ചൈന ആയിട്ടുള്ള ലെവലിൽ ഇന്ത്യ ഇത്രയും നാൾ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനുള്ള, ഇപ്പോൾ നമ്മുടെ നെയ്ബേഴ്സിനായിട്ടുള്ള ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ സാങ്ഷൻ വേണം. അതിപ്പോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. P3 എന്നുള്ള രീതിയിലുള്ള ഒരു ഡിവിഷൻ അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ റോ മെറ്റീരിയൽ ചൈനയിൽ നിന്ന് വരും, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യാം, ലേബർ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ആ രീതിയിലോട്ട് യൂറോപ്പിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ നല്ല രീതിയിലോട്ട് മുന്നോട്ട് കയറാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നേരത്ത് ഒരു നമ്മുടെ കോൺഗ്രസിന്റെ അവസ്ഥയായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതെങ്കിൽ എങ്ങനെ നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് ജനങ്ങൾക്കുള്ള വെൽഫെയറും കാര്യങ്ങളും കൊടുത്ത്, ഇനിയിപ്പോ BJP കോൺഗ്രസിന് സപ്പോർട്ട് വന്നില്ലെങ്കിൽ എങ്ങനെ കോൺഗ്രസ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുള്ള ഒരു ചോദ്യത്തിന്. അപ്പൊ ഇതെല്ലാം സംബന്ധമായിട്ടുള്ള ലെവലിൽ സാർ ഒരു വീഡിയോ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. യഥാർത്ഥ കാരണം എന്ന് പറയാൻ നേരത്ത് ഇസ്രായേലിന്റെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്ന് മുഴുവനായിട്ട് പറയുന്നില്ല എങ്കിലും ഇതിന്റെ ബാക്ക് ലോകം കൺട്രോൾ ചെയ്യുന്ന വലിയ വലിയ ശക്തികൾ എന്ന് പറയാൻ നേരത്ത് നമുക്ക് റോക്ക്ഫെല്ലറെ പറയാം, അത് റോത്ത്ചൈൽഡ് പറയാം, അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ പറയാം. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കുത്തകകളും പിന്നെ നമ്മുടെ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഫ്രീ മേസൺസ് തുടങ്ങിയിട്ടുള്ള സംഘടനകളും ഇവരെല്ലാവരും തീരുമാനിച്ചു അമേരിക്കയിൽ നിന്നുള്ള വെൽത്ത് ട്രാൻസ്ഫർ ഓൾറെഡി ചേഞ്ച് ആവണം.
അതിന്റെ ആസ്പദമായിട്ടുള്ള ലെവലിലാണ് അമേരിക്കയുടെ ഒരു ഡിസ്ട്രക്ഷനാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. അതൊരു ടൈം പീരീഡ് എടുത്തിട്ടുള്ള ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ഉദാഹരണം കൂടിയും പറയാം. ട്രംപ് ഒരു ടൈമിൽ സുപ്രീം കോടതിയിൽ ഒരു ഇതുണ്ട്, താരിഫിന്റെ വിഷയം വന്നപ്പോൾ സുപ്രീം കോടതിയുടെ അടുത്ത് ട്രംപ് ഒരു കാര്യം പറഞ്ഞു. ഒന്നില്ല എങ്കിൽ അമേരിക്ക ലോകത്തിലെ നമ്പർ 1 ആയിട്ട് നിലനിൽക്കും, അല്ലെങ്കിൽ അമേരിക്ക ലോകത്തിലെ 3rd വേൾഡ് കൺട്രി ആയിട്ടുള്ള ലെവലിൽ അധപ്പതിക്കും. അതിനുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ലെവലിൽ പറഞ്ഞു. അപ്പോൾ അതിന്റെ എല്ലാ റീസൺസിന്റെ ഒരു ഭാഗമാണ് ഈ വാറ്.